ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും നോമ്പ് തുറന്നോ? നോമ്പ് തുറക്കാനായോ? ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഒരു 10-11 മണിക്കൊക്കെ ആവും. നിങ്ങൾ വീഡിയോ കാണുന്ന ടൈം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അപ്പം പിന്നെ ഞാനിവിടെ സിറ്റൗട്ടിലാണ് നിൽക്കണോണ്ടേ റോഡാണ് കേട്ടോ ഇവിടെ. അപ്പോൾ പറഞ്ഞിട്ട് വണ്ടികൾ പോകുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് സൈലൻ്റ് ആവണേ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? അപ്പം നമ്മൾ ഇന്നത്തെ നോമ്പ് തുറക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ പോലത്തെ പത്തിരിയോ കാര്യങ്ങളോ അല്ല. ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അത് ഞാൻ കാണിച്ചു തരാം. എന്താണെന്നുള്ളത് കണ്ടിട്ട് പറയാം. ഓക്കെ, അല്ല കാണിച്ചു തരാം. ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം എന്താണെങ്കിലും പറയണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട്, അടുപ്പത്തോ ഗ്യാസിലോ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ പാം ഓയിലിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കാറുള്ളത്. എന്നിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് എല്ലാ വിധത്തിലുള്ള ചോറ്റുമരുന്നും ചേർത്ത് കൊടുക്കുക. മറ്റേ കറുവപ്പട്ട, ജീരകം, അതുപോലെ ഏലക്കായ, ഗ്രാമ്പൂ, അങ്ങനെ താമ്പൂലം, അങ്ങനെ എന്തൊക്കെയല്ലേ, അത് നമുക്ക് എന്തൊക്കെയുള്ളൂ അതൊക്കെ ചേർത്ത് കൊടുക്കാം. വല്ലാതെ ചവർപ്പ് വരാതെ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ കുറച്ചുള്ളായിരുന്നത് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരിക്കലും അരച്ച് ചേർക്കരുത് കേട്ടോ. അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടി പിടിക്കും. പിന്നെ നമുക്ക് ചതച്ച് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പച്ചമുളക് വേണം എന്നുള്ളവർ ഈ സമയത്ത് തന്നെ, അതായത് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ചതച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പച്ചമുളക് സാധാരണ വേണമെന്നില്ല, അതിൽ അങ്ങനെ ചേർക്കലില്ല. നമ്മൾ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മതി, അതാണ് ടേസ്റ്റ്. പിന്നെ നന്നായിട്ട് വാടി വരുന്ന സമയത്തെ ബാക്കി പണിയുള്ളൂ. ബാക്കി ഉള്ളിയൊക്കെ അരിഞ്ഞിടേണ്ട ആവശ്യമുള്ളൂ. അതും ഒരുപാട് ഉള്ളിയൊന്നും വേണ്ട. ഒരു സവാള അല്ലെങ്കിൽ അതിൻ്റെ പകുതിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒരുപാട് സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടേസ്റ്റാണ് വരിക. വളരെ കുറച്ച് മാത്രം സവാള ഇടുക. നന്നായിട്ട് വാടി തളരേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് ജസ്റ്റ് ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ തക്കാളി, അതായത് ഇപ്പം സവാളേനെക്കാട്ടിലും ഒരുപാട് തക്കാളി എടുക്കണം. തക്കാളി ഇപ്പം ഞാനിതിലൊരു 3 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുപ്പുള്ള തക്കാളിയാണ്. തക്കാളി വലുതാക്കിയിട്ട് തന്നെ അരിയണം, കുനുകുനാന്ന് അരിയരുത് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ഇത്രയും ഒരു പാകത്തിൽ തന്നെ അരിയുക. വേണമെങ്കിൽ ഇതിനേക്കാട്ടിലും വലുപ്പത്തിലൊക്കെ അരിയാം, ടേസ്റ്റാണ്. എന്നാലും അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് മറ്റേ മല്ലി ഉണ്ടല്ലോ, മല്ലിയില, അതേപോലെ മല്ലിയില പുതിന ഇലയൊക്കെയാണ് ചേർക്കേണ്ടത്. പുതിന ഇല വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് പുതിന ഇലേൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിവിടെ യൂഷ്വലി ചേർക്കുന്ന സാധനമാണിത്. ഈ മൈസൂർ മല്ലി എന്ന് പറയും. അവിടെയൊക്കെ എന്താ പറയുക അറിയില്ല. മൈസൂർ മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതുമാണ് ചേർക്കുന്നത്. പുതിനച്ചപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഈ ഇലേൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ആ ഇലേൻ്റെ ടേസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടത് ഉപ്പിട്ട് കൊടുക്കും. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അരി ഇടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി ഞാൻ ഇത്രയും വാരിയിട്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എന്തിനാണ് ഇത്രയും മുളക് പൊടി വാരിയിടുന്നത്, ഇത് എന്തൊരു എരിവുള്ള മുളക് പൊടിയാണെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിന് കുറച്ച് അങ്ങോട്ട് തന്നെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ മുളക് പൊടി അങ്ങനെ എടുത്ത് വെച്ചു, മാറ്റി വെച്ച്. ഞാൻ അത്ര മുളക് പൊടി ഇട്ടില്ല. എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇത് പോരെ ഉമ്മ എന്ന് വെച്ചപ്പോൾ ആ അമ്മ അത് മതി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ വളരെ കുറച്ച് മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയുടെ അത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എങ്ങാനും മതി. പിന്നെ ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണവർക്ക് ഇടാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചിക്കൻ മസാല വേണമെന്നുള്ളത്. പിന്നെ ഗരം മസാല ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി എണ്ണയിൽ ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ ടേസ്റ്റ് മാത്രം മതി. എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ വേറൊരു കുത്തുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് വേണ്ട ആവശ്യമില്ല. എത്ര മാത്രം മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ശരിക്കും ഞങ്ങളൊരു അയൽവാസി ഉണ്ടായിരുന്നു, സബുന എന്ന് പറയും. സബുന അവളെ കല്യാണം കഴിച്ച് വിട്ടത് മൈസൂർക്കായിരുന്നു കേട്ടോ. ഓരവിടുന്ന് വന്നപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തന്നതാണ്. പക്ഷേ ഇതിലേക്ക് മറ്റേ ക്യാരറ്റും അങ്ങനത്തെ എന്തൊക്കെ ഇടുന്നുണ്ട്. ഒരു വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെക്കണ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് എങ്ങനെയായിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കണ അതേ സംഭവം പിന്നെ ആഡ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കും. പക്ഷെ എന്നാലും ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇതിലേക്ക് പിന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് വാട്ടി വെക്കുക. ഒരുപാട് വാടേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്താൽ മാത്രം മതി.
പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഇത് ഈ കറിയിലിട്ട ഈ റൈസിലിട്ട ചിക്കൻ ആകുമ്പോൾ അത്ര എരിവും പുളിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, കാരണം റൈസും എല്ലാം കൂടി ഇതിൻ്റെ ഒപ്പം കിടന്ന് വേവല്ലേ. അപ്പോൾ പിന്നെ വേണം അങ്ങനെ ചിക്കൻ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. ഇവിടെ അങ്ങനത്തെ ചിക്കനോട് ആർക്കും വലിയ താല്പര്യമല്ല, അതുകൊണ്ടാണ് കേട്ടോ വളരെ കുറച്ചിടുന്നത്. പിന്നെ 1 കപ്പ് അരിക്ക് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കണേ ആ പാത്രത്തിൽ 2 പാത്രം വെള്ളം. ഓക്കെ, ഇവിടെ സാധാരണ ഒരു നാഴിയല്ല എന്നാൽ ഒരു കപ്പും അല്ല, അങ്ങനത്തെ ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഇതിലാണ് അരി കളന്നെടുക്കൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കറക്റ്റ് ഒരു അളവ് പറയാത്തത്. നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ എന്താണോ അതിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അത് വെള്ളം നോക്കിയിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇടുക. അതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അരി ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഉപ്പിടുന്നത്. അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ, സാധാരണ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ അരിക്ക് എത്ര വേവുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വെന്ത് വരുന്നൊരു അരിയാണ് കേട്ടോ. സോ അപ്പോൾ ഞങ്ങൾ ഒരു 3 വിസിൽ വരെയൊക്കെ വെക്കണുള്ളൂ. അപ്പോൾ കുക്കറിൽ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു, 3 വിസിൽ എനിക്ക് കിട്ടിയില്ല. ഒരൊറ്റ വിസിലിന് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ, കാരണം 2 വിസിൽ അടിച്ചിട്ട് 3ാമത്തെ വിസിലായപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വരുന്നത്. അപ്പോഴാണ് ഞാനത് എടുത്തത്. പിന്നെ ഈ ഉണ്ടാക്കുന്നതാണ് പൊക്കവട. ഇത് കണ്ടു കഴിഞ്ഞാൽ പൊക്കവട പോലെ തോന്നില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ തീരെ ശരിയാവാത്തൊരു സ്നാക്കാണ് കേട്ടോ പൊക്കവട. കണ്ടിട്ട് പൊക്കവട പോലെ തോന്നണില്ല അല്ലേ? അത് അങ്ങനെ തന്നെയാണ്. അതെൻ്റെ വീട്ടിൽ ആരും പറഞ്ഞിട്ടില്ല ഈ സാധനം അത്ര വലിയ ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. എങ്ങനെയൊക്കെ ഞാൻ കുത്തി വരകി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു സംഭവം കറക്റ്റായിട്ട് ഇന്നേ വരെ കിട്ടിയിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാനിത് വളരെ കുറച്ചേ ഉണ്ടാക്കുള്ളൂ, കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണെങ്കിലും മല വാരിക്കണ കേൾക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വളരെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഷേപ്പും കറക്റ്റ് ആവലില്ല, അതിൻ്റെ ഉള്ളും കറക്റ്റ് ആവലില്ല. ഇനി ഒന്നും പോരാ, ഉപ്പോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക അപ്പം സോഡ ഒക്കെ കറക്റ്റ് ആവില്ല, സോഡാപ്പൊടി, ഇത് രണ്ടും കറക്റ്റ് ആവലില്ല. എന്നും ബാക്കിയുള്ള എന്ത് സംഭവം ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഈ ഒരൊറ്റ സംഭവത്തിൽ ഞാൻ തോറ്റ് തുന്നം പാടിയിട്ടുള്ളത് വരെ. അപ്പം നമ്മൾ കുക്കറിൽ അതിൻ്റെ ആവി പ്രഷർ പോണ സമയത്ത് നമ്മളിതൊക്കെ ഉണ്ടാക്കി കോരിയെടുത്തിട്ടോ. പിന്നെ ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചു. പക്ഷേ ലാസ്റ്റാണ് ഞാൻ ക്യാമറയൊക്കെ നോക്കുന്നത്, അത് ഫോട്ടോൻ്റെതായിരുന്നു ഓണായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫോട്ടോയും കിട്ടിയില്ല വീഡിയോയും കിട്ടിയില്ല, അങ്ങനെ ആയി. ഇത് തുറന്ന് വെക്കുമ്പോൾ നല്ല ഇതാട്ടോ കാണാൻ, ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റൈസ്. ഇതിന് എന്താ പേര് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടാം. ചിക്കൻ ഇട്ട ഒരു ടൊമാറ്റോ റൈസ് എന്നാണെങ്കിലും ഓക്കെ. പിന്നെ അവൾക്ക് അതിൻ്റെ കൂടെ ഞാൻ മറ്റേ പുളിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് പുളിഞ്ചിയിൽ വലിയ എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടൈറ്റാക്കിയിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ആൾ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് തുറൻ്റെ സ്പെഷ്യൽ. ഇത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഈ ടൊമാറ്റോ റൈസ്. ടൊമാറ്റോ റൈസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ചിക്കനും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ റൈസ്. ഇത് കഴിച്ചിട്ട് എന്ത് ടേസ്റ്റാണോ കിട്ടുന്നത് അത് വേണം അതിന് പേരിടാൻ. അങ്ങനത്തെ ഒരിത് അത്ര ഞങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, വേസ്റ്റ് ആവുകയൊന്നും ചെയ്യില്ല. ഇപ്പം നമ്മളെ ഉമ്മച്ചി വരുന്നുണ്ട്, കാണിച്ചെടുക്കട്ടെ. അല്ലേ, നമ്മുടെ ലില്ലിക്കുട്ടി വരുന്നുണ്ട്, ഒരു ലില്ലിയമ്മേ. അപ്പോൾ ഓക്കെ, ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.